വൺസ് യു ഡെവലപ്പ് ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി നമുക്ക് എന്നും എപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനോ ഒരു ഹൃദയസ്തംഭനം ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. പ്രധാനമായിട്ടുള്ളൊരു ന്യൂറോപ്പതി ഉണ്ട്, അതിനെ നമ്മൾ ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഡാൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി നമ്മൾ പ്രധാനമായിട്ടുള്ള ഓർഗൻസ് ലൈക്ക് നമ്മളെ ഹാർട്ട്, കിഡ്നീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആമാശയത്തിൻ്റെ കൺട്രോൾ, പിന്നെ ബന്ധപ്പെടാനായിട്ടുള്ള സെക്ഷുവൽ, ഇതിൻ്റെ എല്ലാം നെർവ് കൺട്രോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വഴിയാണ് നടക്കുന്നത്. ഡയബറ്റീസ് ഇതിനെയും ബാധിക്കും, ഈ ഞരമ്പുകളെയും ബാധിക്കും. ഇതാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ് ഓഫ് ന്യൂറോപ്പതി. പുരുഷന്മാരിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതുമൂലം വരാം. ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ഓട്ടോണോമിക് ഡിസ്ഫങ്ഷനിൽ വരുന്ന ഒരു സിംറ്റമാണ്. അത് ഒരു 5 വർഷം ഡയബറ്റീസ് അല്ലെങ്കിൽ 7 വർഷം ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ തന്നെ ഈ പതുക്കെ ഈ ഓട്ടോണോമിക് ഇമ്പോർട്ടൻസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാം, അത് വരും. അത് ആണ് ഏർലിയസ്റ്റ്. അത് വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കണ്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ മറ്റുള്ള ഓർഗൻസിനെയും സ്ക്രീൻ ചെയ്യണം.